എന്റെ ദേവി, അമ്മേ മഹാമായേ, എന്റെ കരുണമൊക്കെ സന്തോഷവും സമാധാനവും ഉണ്ടാകണേ. അവളെ കൈവെടിയരുതേ. അവളുടെ കുടുംബ ജീവിതത്തിൽ നാൾക്ക് നാൾ അഭിവൃദ്ധി ഉണ്ടാവണേ. എന്റെ അമ്മേ മഹാമായേ ദേവിയെ. സത്യം, ഞാൻ പറഞ്ഞത് നടക്കും. അതുകൊണ്ടാ ദേ കണ്ടോ, മോള് തന്നെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താ ഇത്ര സന്തോഷം? അതെ, ഞാനേ സന്ധ്യാദീപം വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ദേവിയോട് പറയുമായിരുന്നു. ആ സമയത്താ മോള് വന്നേ. കണ്ണു തുറന്നതും മോളെ തന്നെയാ കണ്ടത്. പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്ക്. എന്റെ ദേവി അമ്മേ മഹാമായേ, എന്റെ അച്ഛൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യം അതേപടി നടക്കണേ. രണ്ടാളും വീട്ടിൽ നിന്ന് പുറത്തു പോയല്ലോ മോളെ. പോയി. പകരം മറ്റു രണ്ടുപേര് വന്നിട്ടുണ്ട്. ആ മഞ്ജു അവളുടെ കെട്ടിയോനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഓ, കണ്ണന്റെ ലക്ഷ്മിയുടെ വീടല്ലേ? അപ്പൊ പിന്നെ അവളും അവനും വരണ്ടെന്ന് മോൾക്കോ ഉണ്ണിക്കോ ഉണ്ണിയുടെ അമ്മയ്ക്കോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അവിടെ നിൽക്കാൻ വയ്യാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭാവിയെ പറ്റി പോലും ചിന്തിക്കാതെ പുറപ്പെട്ടു പോയതല്ലേ. ഇനി അച്ഛൻ തന്നെ വന്ന് പറയട്ടെ എന്താ സംഭവിച്ചെന്ന്. അത് നേരിട്ട് കേൾക്കണം എനിക്ക്. എന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. വെള്ള പുതച്ച് കിടക്കുന്ന അവളുടെയും അവളുടെ ഭർത്താവിന്റെയും തലയ്ക്കടുത്തിരുന്ന് കരയാൻ. വരുന്നുണ്ട്. മോളുടെ ദേഷ്യമൊന്നും പുറത്ത് കാണിക്കണ്ട. നീ എന്താ സന്ധ്യാസമയത്ത് കയറി വന്നത്? എന്താ സന്ധ്യാസമയത്ത് അവൾക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഇത് ഇവളുടെ തറവാടാ. ഇവിടേക്ക് വരുന്നതിനെ മോൾക്ക് സമയവും കാലവും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അമ്മേ, ഞാൻ വന്നത് വഴക്കിടാനൊന്നും അല്ല. അറിയാലോ, ഉണ്ണിയേട്ടന്റെ ഉള്ള ജോലി അങ്ങ് പോയി. അതിനുശേഷം ഒരുമാതിരി സമനില തെറ്റിയതുപോലെയാ ഉണ്ണിയേട്ടൻ നടക്കുന്നെ. തൊട്ടതിനും പിടിച്ചതിനൊക്കെ വലിയ ദേഷ്യ. അമ്മ എങ്ങനെയെങ്കിലും ലക്ഷ്മിയോട് പറഞ്ഞിട്ട് ഉണ്ണിയേട്ടനെ ജോലിയിൽ തിരിച്ചെടുക്കാൻ പറയണം. അവൻ ജോലി ചെയ്യാതെ തന്നെ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ ശമ്പളം വാങ്ങിക്കുന്ന ഒരുമാതിരി ഭിക്ഷ വാങ്ങിക്കുന്ന പോലെയല്ലേ മോഹിനി? കണ്ണം മാത്രമല്ല നിന്റെ മരുമോൻ, ഉണ്ണിയും മരുമോനാ. അവൻ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കണമെന്ന് നിനക്കും ആഗ്രഹമില്ലേ എന്റെ മോഹിനി? എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അവന്റെ ജോലി നഷ്ടപ്പെട്ടത് അവന്റെ കയ്യിലിരിപ്പുണ്ടാ. ഇവനും അവളും സ്വഭാവം നന്നാക്കിയാൽ മാത്രം മതി. കണ്ണനും ലക്ഷ്മിയും എന്തു വേണമെങ്കിലും നിങ്ങൾക്കൊക്കെ തന്നിരിക്കും. അതുകൊണ്ടാ ഞാൻ എന്റെ സ്വഭാവം മാറ്റാൻ തീരുമാനിച്ചത്. എന്നാൽ അതൊക്കെ അഭിനയമാണെന്നാ ലക്ഷ്മിയുടെയും കണ്ണേട്ടന്റെ ഒക്കെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കാൻ കാരണങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഇതിനു മുൻപ് നീയും ഉണ്ണിയും കാണിച്ചിരുന്ന സ്നേഹപ്രകടനങ്ങളൊക്കെ വെറും അഭിനയം മാത്രമായിരുന്നല്ലോ. എന്നാൽ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല മോഹിനി. മോൾ ഇങ്ങോട്ട് വന്നപ്പോഴും ഇതേപ്പറ്റി തന്നെയാ പറഞ്ഞത്. ഉണ്ണിക്ക് നഷ്ടപ്പെട്ട ജോലി തിരികെ കിട്ടണം. അതോടൊപ്പം മോൾക്കും കൂടി ഒരു ജോലി ശരിയാക്കി കൊടുത്താ അത്രയും നല്ലത് അല്ലേ മോളെ? അതെ, ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പോ ഫൈനാൻസിയേഴ്സില് എനിക്കും എന്തെങ്കിലുമൊക്കെ ജോലി തരാവുന്നതേ ഉള്ളൂ. കണ്ണന് അവന്റെ പങ്കൊക്കെ ജോലി കൊടുത്തല്ലോ, പിന്നെന്താ മോൾക്ക് കൊടുത്താലേ? കണ്ണന്റെ ലക്ഷ്മിയുടെ ശമ്പളക്കാരിയായിട്ട് നീ ജോലി ചെയ്യൂ. ഞാൻ എന്റെ രീതികളൊക്കെ മാറ്റിന്ന് ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ. പിന്നെ ഇനി അവരുടെ താഴെ ജോലി ചെയ്യാനൊന്നും എനിക്ക് ഒരു മടിയുമില്ല. അവളുടെ ശമ്പളക്കാരി ആവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കേട്ടല്ലോ, ഇനിയെങ്കിലും നീ നിന്റെ മോളെ ഒന്ന് ഉപദേശിക്കാൻ നോക്ക്. ഞാൻ ഉപദേശിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. കണ്ണനും ലക്ഷ്മിയും 100% അനിയനെ വിശ്വസിക്കണം.
അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാ പിന്നെ ആരും ഒന്നും പറയേണ്ട കാര്യമില്ല. ദേ, നീ പോയി അവരുടെ മുന്നിൽ യാചിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് ജോലി മാത്രമല്ല, ചിലപ്പോൾ മറ്റു സമ്പത്തും അവര് നിങ്ങൾക്ക് തന്നിരിക്കും. അവർക്ക് വേണ്ടത് പണവും പത്രാസൊന്നും അല്ല, സ്നേഹിക്കുന്ന ആൾക്കാരെയാ, വിശ്വസിക്കാൻ കഴിയുന്ന ആൾക്കാരെയാ. അത് പക്ഷേ ഇതുവരെ നിങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ല. അതാ കുഴപ്പം.